എന്താണ് ഫേഡിങ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മൾ നോക്കിയിരുന്നത് എങ്ങനെയാണ്, നമുക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് അതിൻ്റെ മോഡൽസ് കഴിഞ്ഞ പോർഷൻസൊക്കെ പ്രഡിക്ഷനാണ്. ഇനി ഫേഡിങ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മോൾ സ്കെയിൽ ഫേഡിങ്. എന്താണ് ഫേഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, അതിൻ്റെ നമുക്ക് ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷനിൽ വരുന്ന ഈ പ്രൊപ്പഗേഷൻ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ആണ്. അത് പലതരത്തിലുണ്ടാവാം. ആംപ്ലിറ്റ്യൂഡ്, ഫേസ്, ടൈം എന്നുള്ള രീതിയിൽ പലതരത്തിലുണ്ടാവാം. ഓക്കെ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുക. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും തന്നെ പലതരം പ്രോപ്പർട്ടീസിനെയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുക. ഓക്കെ, ഫേഡിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക, നമുക്ക് ഫേഡിങ് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ബിറ്റ്വീൻ 2 or more വേർഷൻസ് ഓഫ് ട്രാൻസ്മിഷൻ സിഗ്നൽ വിച്ച് അറൈവ് അറ്റ് റിസീവർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഫേഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഫേഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നിന്റെ ഡ്രസ്സ് ഭയങ്കര ഫേഡിങ് എന്ന് പറഞ്ഞാൽ, ഫേഡായി എന്ന് പറഞ്ഞാൽ അത് പഴകി അങ്ങനത്തെ പഴയ ഒരു ഇതിൽ വരുന്നതാണ്, മങ്ങിയ, അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫേഡിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ശരിക്കും ട്രാൻസ്മിഷൻ സിഗ്നൽ പോലെ എല്ലാ റിസീവ്ഡ് സിഗ്നലിൽ കിട്ടുന്നത്, അതാണ് ഫേഡിങ് എന്ന് പറയുക. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് കിട്ടാത്തതെന്നുള്ളത് പലതരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇന്റർഫറൻസ് ബിറ്റ്വീൻ 2 or more വേർഷൻസ് ഓഫ് ട്രാൻസ്മിഷൻ സിഗ്നൽസ് വിച്ച് അറൈവ് അറ്റ് റിസീവേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അതായത് നമുക്ക് ഓരോ സിഗ്നൽസിലും തട്ടിയിട്ട് റിഫ്ലക്ടർ ആയാലും സ്കാറ്ററിങ് ആയാലും അതിനെ തട്ടിയിട്ട് നമുക്ക് റിസീവർ വരുമ്പോൾ പല സിഗ്നൽസും പലതരത്തിലാണ്, പല സമയത്താണ് കിട്ടുക, പല രീതിയിലും അങ്ങനെ കിട്ടുക, ഡിഫറെൻറ്റ് വേർഷൻസ്, അതാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫേഡിങ് എന്ന് പറയുക. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലാവാം, ഒന്നില്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആവാം, അല്ലെങ്കിൽ ഫേസ് ആവാം, അല്ലെങ്കിൽ ടൈമിലാവാം. അപ്പോൾ ഈ പ്രൊപ്പഗേഷൻ, സ്മോൾ സ്കെയിൽ മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ദർ ആർ 3 എഫക്ട്സ്. എന്തൊക്കെയാണ് അത് ബാധിക്കുന്നത്? ഒന്ന്, റാപ്പിഡ് ചേഞ്ചസ് ഇൻ സിഗ്നൽ സ്ട്രെങ്ത്, അതായത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന സിഗ്നൽ സ്ട്രെങ്ത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തത്, ഫ്രീക്വൻസി മോഡുലേഷൻ ഡ്യൂ ടു ഡോപ്ലർ ഷിഫ്റ്റ്സ് ഓൺ ഡിഫറെൻറ്റ് സിഗ്നൽസ്. അതായത് ഫ്രീക്വൻസി മോഡുലേഷൻ, ഫ്രീക്വൻസിയിൽ വേരിയേഷൻസ് ഉണ്ടാവും ഡ്യൂ ടു എന്തുകൊണ്ട്, ഡോപ്ലർ ഷിഫ്റ്റ്സ് കൊണ്ട്. എന്താണ് ഡോപ്ലർ ഷിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അത് നോക്കുന്നുണ്ട് കേട്ടോ. ഡോപ്ലർ ഷിഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുന്നേ പഠിച്ചിട്ടില്ലേ ഡോപ്ലർ ഷിഫ്റ്റ്. അതായത് നമ്മൾ ഒറിജിനൽ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ പല ഫ്രീക്വൻസീസിലാണ് നമുക്ക് സിഗ്നൽസിൻ്റെ ഇത് കിട്ടുക. ഓക്കെ, പല പാത്തുകളായിട്ട് വരും. ഇപ്പോൾ ഒപ്റ്റിക്കൽ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ ലൈറ്റുകൾ ട്രാൻസ്മിറ്റ് ചെയ്യും, പക്ഷെ ഡ്യൂ ടു ഡിസ്പേർഷൻ അല്ലെങ്കിൽ ഡൈഫ്രാക്ഷൻ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് പല സിഗ്നൽസ്, മൾട്ടി എൻവറോൺമെൻറ്റിലാണ് എനിക്ക് സിഗ്നൽസ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് പല ടൈമുകളിൽ വ്യത്യാസം വരാം, ഡിഫറൻസ് ഇൻ ഡിഫറെൻറ്റ് ടൈം, കുറേ ടൈം ഡിഫറൻസ് വേറെ ടൈമിൽ വരാം, അല്ലെങ്കിൽ പല ഫ്രീക്വൻസി മെത്തേഡിൽ വരാം. അതിന് പറയണതിനാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഡോപ്ലർ ഷിഫ്റ്റ് എന്നും പറയാം. അപ്പോൾ അങ്ങനത്തെ മെത്തേഡിൽ നമുക്ക് റിസീവിങ് സിഗ്നൽസിൽ കിട്ടുന്നത്. അപ്പോൾ അത് ഇൻ ഫ്രീക്വൻസി മെത്തേഡിലായിട്ട് നമുക്ക് പറയാം, ഫ്രീക്വൻസി മോഡുലേഷൻ ഡ്യൂ ടു ഡോപ്ലർ ഷിഫ്റ്റ്സ് ഓൺ ഡിഫറെൻറ്റ് സിഗ്നൽസ്. ഇവിടെ മെയിൻലി നമ്മൾ സിഗ്നൽസിന് പ്രാധാന്യം കൊടുക്കുന്നത് എങ്ങനെ, ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ആ ഫ്രീക്വൻസിയിൽ വരുന്ന ഡോപ്ലർ ഷിഫ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനി തേർഡ് വൺ ഇസ് ടൈം ഡിസ്പേർഷൻ. ടൈം ഡിസ്പേർഷൻ കോസ്ഡ് ബൈ ഡിലേസ്. ടൈം ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എക്കോസ്. ഇതിൽ നമുക്ക് പല ടൈമുകളിൽ വരുന്നത് അനുസരിച്ചിട്ട്, ഇപ്പം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തതുപോലെയല്ല റിസീവറിൽ കിട്ടുക. അപ്പോൾ അതിന് നമ്മൾ എക്കോ പറയില്ലേ, എക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത അതേപോലെ അല്ല വരിക, നമ്മൾ പറയണത് അതുപോലെ നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ, അത് ആ ഒരു ടൈം ഡിലേയും കൊണ്ട് നമുക്ക് വരുന്നതാണ്. അതിനാണ് എക്കോസ് എന്ന് പറയുക. അത് കോസ്ഡ് ബൈ ഡിലേസ്. ഇത് മൂന്നുമാണ് ദർ ആർ 3 എഫക്ട്സ്. എന്തൊക്കെയാണ് നമുക്ക് അത് ഇങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്നുള്ളത്, മീൻസ് ഈ മൾട്ടി പാത്ത് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഫേഡിങ് എന്നുള്ളത് മീൻസ് ഫേഡിങ് ഡൈവേഴ്സിറ്റിയിൽ നമുക്ക് 2 തരം പറയുന്നുണ്ട്. ഒന്ന് സ്മോൾ സ്കെയിൽ ഫേഡിങ്, രണ്ടാമത്തത് ലാർജ് സ്കെയിൽ ഫേഡിങ്. ഓക്കെ, സ്മോൾ സ്കെയിൽ ഫേഡിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പല മൾട്ടിപ്പിൾ വേരിയേഷൻസ് ഉണ്ടാവുന്നതാണ്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നതാണ് നമ്മൾ പറയാം സ്മോൾ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ. അപ്പോൾ അത് നമുക്ക് മൾട്ടിപാത്ത്, അതിനെയാണ് നമ്മൾ മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. പല രീതിയിലാണ് എനിക്ക് അത് പ്രൊപ്പഗേറ്റ് വരുന്നത്. ഡ്യൂ ടു ഏതൊക്കെ ആയിട്ട് വരും, റിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ടും സ്കാറ്ററിങ് ബേസ് ചെയ്തിട്ടും അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ അതാണ് അതിൽ നമുക്ക് മെയിനായിട്ട് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്മോൾ സ്കെയിൽ ഫീഡിങ്? ഓക്കെ. സ്മോൾ സ്കെയിൽ ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ഇതിവിടെ ഉണ്ടാവുന്നത് സ്മോൾ സ്കെയിലിങ്ങിൽ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ, ആ ഫാക്ടേഴ്സ് മുഖേന നമുക്ക് സ്മോൾ സ്കെയിൽ ഫീഡിങ് വരുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഫ്ലക്ച്വേഷൻസ്, ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഓവർ, ഇപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെ ഇടയ്ക്ക് നോൺ LOS അല്ലാത്ത കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന ഫ്ലക്ച്വേഷൻസ് അത് പലതരത്തിലും എഫക്റ്റ് ചെയ്യും. ഓക്കെ. അതിനാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഫീഡിംഗ് എന്ന് പറയുക. അത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവൽ ടൈം ചെറുതായിരിക്കും, അതാണ് ലോങ് സ്കെയിൽ എന്ന് പറയുക. ഇപ്പോൾ ലാർജ് സ്കെയിൽ പാത്ത് എഫക്റ്റ് ഒക്കെ വരുന്നത് അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ അത് ലാർജ് സ്കെയിൽ ഓവർ വലിയ ഡിസ്റ്റൻസിലൊക്കെ വരുന്നത് മെയിൻലി LOSയിലൊക്കെയാണ് അങ്ങനത്തെ സിഗ്നൽസ് വരിക. അപ്പം അങ്ങനത്തെ വരുന്നതിനെയാണ് നമുക്ക് ലാർജ് സ്കെയിൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്കെയിലിംഗ് ഡിഫറൻസ് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ അത് കൺസിഡർ ചെയ്യില്ല. സ്മോൾ സ്കെയിലിനാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ. അപ്പോൾ മൾട്ടിപാത്ത് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റിഫ്ലക്റ്റിംഗ് ഒബ്ജക്റ്റ്, സ്കാറ്ററേഴ്സ് ഉണ്ടാവും. അത് പല തരത്തിലും നമുക്ക് ഡെസിപ്പേറ്റ്സ് എനർജി ഇൻ ആംപ്ലിറ്റ്യൂഡ്, ഫേസ്, ടൈമിലൊക്കെ എനർജി വ്യത്യാസങ്ങൾ വന്നിട്ടാണ് നമുക്ക് റിസീവറിൽ എത്തുക. അപ്പോൾ അത് മുഖേന നമുക്ക് സ്മോൾ സ്കെയിൽ ഫീഡിങ് വരും. പിന്നെ സ്പീഡ് ഓഫ് ദി മൊബൈൽ. ഇപ്പോൾ മോഷൻ ബിറ്റ്വീൻ ബേസ് സ്റ്റേഷൻ ആൻഡ് മൊബൈൽ റിസൾട്ട്സ് ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ ഡ്യൂ ടു ഡോപ്ലർ ഷിഫ്റ്റ്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? മൊബൈലിൻ്റെ സ്പീഡിൽ വ്യത്യാസങ്ങളുണ്ടാവും. മോഷൻ ബിറ്റ്വീൻ, അതായത് ബേസ് സ്റ്റേഷനും മൊബൈലിൻ്റെയും ഇടയ്ക്ക് ഉണ്ടാവുന്ന റിലേറ്റഡ് മോഷൻസ്, അതായത് മൂവിങ് ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം വരും, ഫ്രീക്വൻസിയിൽ നമുക്ക് വ്യത്യാസം വരും. ഓക്കെ. അപ്പോൾ അതും ഡ്യൂ ടു ഡോപ്ലർ ഷിഫ്റ്റ് മുഖേനയാണ് നമുക്ക് ആ വ്യത്യാസം വരുന്നതും. മൊബൈലിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരും. ഓക്കെ. പിന്നെ സ്പീഡ് ഓഫ് സറൗണ്ടിങ് ഒബ്ജക്ട്സ്, അതായത് നമുക്കിപ്പോൾ ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, അത് ഇൻ മോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡോപ്ലർ ഷിഫ്റ്റിൽ എല്ലാ പാത്ത് കോമ്പണൻസിലും നമുക്ക് ഡോപ്ലർ ഷിഫ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് വേരിയേഷൻസ് ഉണ്ടാവും. സോ ദാറ്റ് അവിടെ നമുക്ക് ഉണ്ടാവുന്നത് സ്മോൾ സ്കെയിൽ ഫീഡിംഗ് ആണ്. അതൊക്കെ നമുക്ക് ഈ ചാനൽ ഒബ്ജക്ട്സിൽ മൊബൈലിനേക്കാളും ഒബ്ജക്ട്സിനാണ് കൂടുതലുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്മോൾ സ്കെയിൽ ഫീഡിംഗ് എന്നുള്ളത് എഫക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതായത് സറൗണ്ടിങ് ഒബ്ജക്ട്സിൽ ഉണ്ടാവുന്ന എഫക്റ്റുകൾ കൂടുതലുണ്ടെങ്കിൽ, കമ്പാരിറ്റീവ്ലി വിത്ത് മൊബൈൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്മോൾ സ്കെയിൽ എഫക്റ്റിംഗ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇനി ഫോർത്ത് വൺ, ട്രാൻസ്മിഷൻ ബാൻഡ് വിത്ത് ഓഫ് ദ സിഗ്നൽ. അപ്പോൾ ട്രാൻസ്മിറ്റഡ് റേഡിയോ സിഗ്നൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ബാൻഡ് വിത്ത് ഓഫ് മൾട്ടിപാത്ത് ചാനൽ. അത് നമ്മൾ ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഈ പലതരമായിട്ട് കിട്ടിയേക്കുന്ന പല സ്കാറ്റർ പ്രൊപ്പഗേറ്റഡ് മുഖേന കിട്ടിയിരിക്കുന്ന ആ ബാൻഡ് വിഡ്ത്തേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ദ റിസീവ്ഡ് സിഗ്നൽ വിൽ ബി ഡിസ്റ്റോർട്ടഡ്, ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഈ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസീവ്ഡ് ഇതിൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ ബാൻഡ് വിത്ത് ഓഫ് മൾട്ടിപാത്ത്. പലതരത്തിൽ കിട്ടുന്നതിനേക്കാളും ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിസീവ്ഡ് സിഗ്നൽ വിൽ ബി ഡിസ്റ്റോർട്ടഡ്. ഇനി ഇതിൽ നമ്മൾ പറയുന്ന ഒരു കൊഹറൻസ് ബാൻഡ് വിഡ്ത്ത്. കൊഹറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടും തമ്മിലുള്ള
അടുപ്പം അല്ലെങ്കിൽ സിമിലാരിറ്റി, അതൊക്കെയാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെഷർ ഓഫ് ദി maximum frequency difference for which signals are strongly correlated in amplitude. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും നമ്മൾ ശരിക്കും പറഞ്ഞ മാത്തമാറ്റിക്കലി പറഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈനിങ്, അഡിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അത് രണ്ടിന് എന്തുണ്ടോ അതിൻ്റെ ആ കോമ്പിനേഷനെയാണ് കോറിലേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ കൊഹറൻസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താ? ഈസ് എ മെഷർ ഓഫ് മാക്സിമം ഫ്രീക്വൻസി ഡിഫറൻസ്. ഈ സിഗ്നൽസ് തമ്മിൽ എത്ര സിഗ്നൽസ് ഉണ്ടോ, മൾട്ടിപാസ് സിഗ്നലിൽ വരുന്നത് എല്ലാം നമുക്ക് ആംപ്ലിറ്റ്യൂഡിൽ ഒക്കെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അതിൽ വരുന്ന മാക്സിമം ഫ്രീക്വൻസി ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊഹറൻസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതും ഇവിടെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? Small scale factors influence small scale fading, the multipath propagation, speed of the mobile, speed of surrounding objects and bandwidth, transmission bandwidth. 4 ഫാക്ടേഴ്സ് ആണ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയാം. ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ഈ ഡയഗ്രാം നോക്കിക്കോളൂ. ഇതാണ് തീറ്റ. മീൻസ് ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ. എക്സ് ആൻഡ് വൈ ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്. പിന്നെ അതിൻ്റെ ആംഗിളാണ് ഏത്? സിഗ്നൽ വരുന്ന അറൈവിങ് അറ്റ് ദ സിഗ്നൽ ആൻഡ് ഇൻ ദ പെർട്ടിക്കുലർ റിസീവിങ് സെക്ഷൻ. അത് രണ്ടും തമ്മിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സ്റ്റേഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദി അറൈവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ തീറ്റ ആംഗിളും ഡിസ്റ്റൻസ് ഡിയും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡെൽ എൽ എന്ന് പറയുന്നത് പാത്ത് ലെന്താണ്. ഏതൊക്കെ പാത്ത് ഇതും വരുന്നുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് എസ് എന്നുള്ളത് എക്സ് എന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ, എക്സ് എന്നുള്ള ഒരു പൊസിഷനിൽ വരുന്ന ഒരു ഡിസ്റ്റൻസ്. ഡെൽ എൽ എന്ന് പറയുന്നത് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിച്ച് ഈസ് ദ point which is arriving from the S at point X and at the point where the signal receiving from S. ആ രണ്ട് പോയിന്റിൻ്റെയും കൂടിയിട്ടുള്ള ലെങ്ത് ആണ്, ഡിഫറൻസ് ആണ് പാത്ത് ലെങ്ത് എന്ന് പറയുക, ഡെൽ എൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കൂ. ഈ ഡോപ്ലർ ഷിഫ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഇത് ഓരോന്നിലും ഇതിൻ്റെ പോയിന്റ്സ് ഒക്കെ നമുക്ക് വ്യത്യാസം വരും. ഇപ്പം എസ് എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു സോഴ്സ് വേണമെങ്കിൽ ഒബ്ജക്ട്സും പറയാം, അതിൽ നിന്നും നമുക്ക് വരും. അതുപോലെ പല പല സോഴ്സസ് ആയിട്ട് മൾട്ടിപാത്തായിട്ട് നമുക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ചേഞ്ച് ഉണ്ടാവും ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഇൻ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ആംഗിളിൽ എങ്ങനെയാണ് നമുക്ക് പറയാം? 2π ഇൻ ഫേസ്, അതായത് ഇൻ ആംഗിൾ അല്ലെ അതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2π ഡെൽ ഡിവൈഡ് ബൈ ലാംഡ ആണ് അതിൻ്റെ ഫോർമുല. ഓക്കെ, ഡെൽ എൽ എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് ആണ്. അപ്പോൾ 2π പാത്ത് ലെങ്തിനെ എങ്ങനെ പറയുക? ഡെൽ എൽ ഈസ് ഈക്വൽ ടു ഡി കോസ് തീറ്റ. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഡെൽ എൽ ഈസ് ഈക്വൽ ടു ഡി കോസ് തീറ്റ ആയിട്ടാണ് പറയുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വി ഡെൽ ടി കോസ് തീറ്റ, ഡീനെ എങ്ങനെ എഴുതാം? വി ഡെൽ ടി. വി എന്ന് പറയുന്നത് വെലോസിറ്റി. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോൾ ആ ഡീനെ നമ്മൾ എന്ത് ചെയ്തു? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിൽ ടൈം എന്നുള്ളത് ഡെൽ ടി ആണ്, എന്നിട്ട് കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്തിട്ട് ഡെൽ. അപ്പോൾ ശരിക്കും ഫ്രീക്വൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ശരിക്കും അതിൻ്റെ ഫോർമുല ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2π ഡെൽ പൈ ഡിവൈഡഡ് ബൈ, അതായത് ഫേസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫേസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ഡെൽ പൈ എന്നുള്ളത് യൂസ് ചെയ്യാം, ഡെൽ ടീനെ അങ്ങനെ എഴുതാം. എന്നിട്ട് അതിന് പകരം നമ്മളുള്ള വാല്യൂ വി ഡിവൈഡഡ് ബൈ ലാംഡ എന്നുള്ളതാണ്. ഫ്രോം ദിസ് ഈക്വേഷൻ ഡെൽ പൈ എന്നുള്ള ഈക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് വി ഡിവൈഡഡ് ബൈ ലാംഡ കോസ് തീറ്റ. അപ്പോൾ
അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഈ ഫ്രീക്വൻസി ഡോപ്ലർ ഫ്രീക്വൻസി എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ മൊബൈൽ വെലോസിറ്റി, spatial angle between the direction of motion of mobile and direction of arrival of the wave. അത് രണ്ടിനുള്ള മോഷൻ ആംഗിളാണ് തീറ്റ. ആൻഡ് ലാംഡ എന്നുള്ളത് അതിൻ്റെ വേവ് ലെങ്താണ്. ഇത് മൂന്നുമാണ് നമ്മളതിൻ്റെ ഫാക്ടേഴ്സ്. ഇത് ഡോപ്ലർ ഷിഫ്റ്റ് ഫ്രീക്വൻസിയുടെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇനിയിപ്പോൾ ഇഫ് ദ മൊബൈൽ മൂവിങ് ഫോർ ടുവേർഡ്സ് ഡയറക്ഷൻ ഓഫ് അറൈവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോപ്ലർ ഷിഫ്റ്റ് എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ഇതിലാണ് നമ്മൾ മൊബൈലുള്ളതെന്ന് വെച്ചാൽ ഇത് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഡോപ്ലർ ഷിഫ്റ്റ് എന്നുള്ളത് എന്ത് വരും? പോസിറ്റീവ് ആയിരിക്കും. അല്ല, ആ പോയിന്റിൽ നിന്ന് ഞാൻ എന്താ പറയുക, ഫാർ അവേ ഫ്രം ദി പെർട്ടിക്കുലർ പോയിന്റ് ആണ്, മൊബൈൽ ഈസ് ഫാർ അവേ ഫ്രം ദ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് ദ ഡോപ്ലർ ഷിഫ്റ്റ് ഈസ് നെഗറ്റീവ് എന്നാണ് പറയുക. ഓക്കെ, ഇതാണ് നമ്മൾ ഡോപ്ലർ ഷിഫ്റ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോപ്ലർ ഷിഫ്റ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, അതിൻ്റെ ആംഗിൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുക. ഓക്കെ, ഫ്രം ദിസ് ഡയഗ്രാം അത് ബേസ് ചെയ്തിട്ട് ഒരു ഫോർമുല തന്നിട്ടുണ്ട്, അല്ല ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മൾട്ടിപാത്ത് മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ്? സ്മോൾ സ്കെയിൽ മൾട്ടിപാത്ത് മെഷർമെൻറ്റ്സ് അത് നമുക്ക് 3 തരത്തിൽ പറയാം. ഡയറക്റ്റ് പൾസ് മെഷർമെൻറ്റ്, സ്പ്രെഡ് സ്പെക്ട്രം, സ്ലൈഡിംഗ് കോറിലേറ്റർ, ആൻഡ് തേർഡ് വൺ സ്വെപ്റ്റ് ഫ്രീക്വൻസി മെഷർമെൻറ്റ്. അതായത് നമുക്ക് ഈ മൾട്ടിപാത്ത് ഫേഡിംഗ് ഉള്ള മെത്തേഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ മൾട്ടിപാത്ത് എൻവയറമെൻറ്റിലാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിന് 3 തരത്തിൽ പറയാം. ഡയറക്റ്റ് പൾസ് മെഷർമെൻറ്റ്. ഓക്കെ, ഡയറക്റ്റ് പൾസ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് RF പൾസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ നമുക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതാണ് ഈ പിക്ചറിൽ നോക്കൂ, ഇതാണ് നമുക്ക് ഇതിൻ്റെ FC നമുക്ക് വരുന്നത് ട്രാൻസ്മിറ്റർ വരെ. അപ്പോൾ വരുന്ന സിഗ്നലിൽ നിന്ന് നമുക്ക് പൾസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിനെ നമ്മൾ ട്രാൻസ്മിറ്ററിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ റിസീവർ എന്തായാലും ആദ്യം കിട്ടിയതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് ഡിറ്റക്ഷൻ, അതായത് എൻവലപ്പ് ഡിറ്റക്ടർ പറഞ്ഞിട്ട് യൂസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഓസിലോസ്കോപ്പിൽ വരുത്താം. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈ പറയുന്ന ടൈം സിഗ്നലിൽ ഇതിൽ നമുക്ക് ഈ പൾസ് വിഡ്ത്തിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് എന്താ പറയുന്നത്? TBB. ഇതുപോലെ റിപ്പറ്റീസീവ് ഫ്രീക്വൻസീസ്, അതായത് പൾസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുക, പൾസ് ജനറേറ്റർ ആണല്ലോ. അപ്പോൾ ഒരു പൾസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് TBB ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതുപോലെ റിപ്പറ്റേറ്റീവ് കുറേ പൾസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പൾസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ റിസൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ, ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2/TBB ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ പൾസ് വിഡ്ത്തിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാൻഡ് പാസ് ഫിൽറ്റർ. അപ്പോൾ ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ 2D, ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബാൻഡ് വിഡ്ത്തുകൾ കിട്ടുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യും, എന്നിട്ടാണ് നമുക്ക് കറക്റ്റ് ഇതിൽ ചെയ്യുക, കറക്റ്റ് ഔട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഏറ്റവും മിനിമം ഉള്ളത് ഈസ് ഈക്വൽ ടു പൾസ് വിഡ്ത്തിൽ മിനിമം അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം ഫ്രീക്വൻസി എന്നുള്ളത് ഈ 1/TBB അത്രയും ചെറുതായിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഇതിൽ നമുക്ക് മെഷർ ചെയ്യുക. ദ മിനിമം റിസോൾവ് ഡിലേ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഈസ് ഈക്വൽ ടു ദ പ്രോബിംഗ് പൾസ് വിഡ്ത്ത്. ഓക്കെ, മിനിമം ഡിലേ എന്നുള്ളത് TBB ആയിരിക്കണം. ഓക്കെ, ഇതിൽ TBB ആയിരിക്കും. അപ്പോൾ അത് വരാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ ഡ്യൂ ടു ഇൻ്റർഫറൻസ്, അതായത് ഈ ഇതിൻ്റെ ഡിലേ എന്ന് പറയുന്നത് ഈ പൾസ് വിഡ്ത്തിൻ്റെ ഈക്വലായിട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ ഡ്യൂ ടു സം ഇൻ്റർഫറൻസസ്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന രീതിയിൽ നോയ്സ് ഉണ്ട്, ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ
ഡിലേ വരുന്നത്, മിനിമം ഡിലേ വരുന്നത്. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രിഗർ ചെയ്യാനും, ഏത് നമ്മളുടെ റിസീവർ എൻഡിൽ നമുക്കൊരു ഓസിലോസ്കോപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് പൾസ് വിഡ്ത്ത് കാൽക്കുലേഷൻ മുഖേന വേണം വരാൻ. എന്നാലേ നമുക്ക് കറക്റ്റ് ഡിജിറ്റൽ ഈ ഓസിലോസ്കോപ്പിൽ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത് ഒരു റഡാർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പൾസ് വിഡ്ത്ത് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് അയക്കുന്നത്. അപ്പോൾ ആ പൾസ്ഡ് റഡാർ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് RF മുഖേന നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിന് അങ്ങനത്തെ മെഷർമെൻറ്റ്സ് നമുക്ക് ഫോർ മൾട്ടി പാത്ത് എൻവറോൺമെൻറ്റിലും എനിക്ക് ഈ RF പൾസ് യൂസ് ചെയ്തിട്ട് കിട്ടാമെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറഞ്ഞാൽ TBB ആയിട്ടാണ് പറയുന്നത്. ഓക്കെ. ഡിലേ ഉണ്ടാവും, പാത്ത് ഡിലേ ഉണ്ടാവും. ആ പാത്ത് ഡിലേ ഉണ്ടായാലും അതിൻ്റെ മിനിമം ഡിലേ എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. ഓക്കെ. ഈ പൾസിൽ കൊടുത്തിരിക്കുന്ന അതേ ഡിലേ തന്നെയാണ്. അപ്പോൾ ശരിക്കും അത്രയും തന്നെ പാടില്ല എന്നാണ് പറയുന്നത്. അത്രയും ഡിലേ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ റിസീവിങ് എൻഡിൽ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടില്ല എന്നാണ്. അത് ഈ ഡിഫറൻസ് വരാൻ കാരണം എന്താണ്? നോയ്സ് മുഖേനയോ അല്ലെങ്കിൽ വേറെ ഫാക്ടേഴ്സ്, വേറെ ഫിൽറ്റേഴ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അത് മുഖേനയാണ് നമുക്ക് എന്ത് വരുന്നത്, ഇവിടെ അത് രണ്ടും മിനിമം ഡിലേ തന്നെ ഉദ്ദേശിക്കുന്ന TBB ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ അങ്ങനെയാണ് നമ്മളിതിൽ മെഷർ ചെയ്യുക. ഈ ഒരു മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡയറക്റ്റ് RF ചാനൽ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് RF പൾസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യുന്ന സിഗ്നലും കൂടിയിട്ട് നോക്കിയിട്ടാണ് നമുക്ക് ഔട്ട് കിട്ടുക. ഓക്കെ. അതിനെയാണ് നമ്മൾ കോറിലേഷൻ മെത്തേഡ് എന്നോ അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്, അത് ഫോറിയർ ട്രാൻസ്ഫോമിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. രണ്ടും കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട്. കോറിലേഷൻ ഈസ് നത്തിങ് ബട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രോസസ്സിങ് സിഗ്നലും പിന്നെ ട്രാൻസ്മിറ്റഡ് സിഗ്നലും കൂടിയിട്ടാണ് ചെയ്ത ഒരു പ്രോസസ്സ് കിട്ടിയിട്ടാണ് നമുക്ക് ഔട്ട് വരുന്നത്. മനസ്സിലായി? അതിനെയാണ് നമ്മൾ കോറിലേഷൻ പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് ഒരു കോറിലേഷൻ മെത്തേഡ്, അതായത് കോറിലേഷൻ എപ്പോഴും നമുക്ക് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയിലാണ് പറയുക. ഓക്കെ. അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ നമുക്ക് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസും ഇവിടെ നമുക്ക് എഫക്റ്റ് ആവണമെന്നാണ് പറയുന്നത്. ഓക്കെ. അതാണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് RF പൾസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ സെക്കൻഡും ഉണ്ട്. സെക്കൻഡും തേർഡും ഇനി അടുത്ത ദിവസം നോക്കാം. ഓക്കെ.